എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരു യോങ്കോ ലെവലിൽ എത്താൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യവും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ക്യാഷ് കൊടുക്കാനോ ഒന്നും വേണ്ട, അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്ക്. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു ആനിമേ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് തൊട്ട് ഗ്രൂപ്പ് കയറാൻ താല്പര്യമുള്ള ഗ്രൂപ്പ് കയറുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആനിമേ റിലേറ്റഡ് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. അതുപോലെ തന്നെ ഏത് ആനിമേ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിലേക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോയും ചെയ്യാം. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ബോയ ഹാൻകോക്കാണ്. നമുക്കറിയാം ബോയ ഹാൻകോക്ക് ഇപ്പോൾ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുമാത്രമല്ല ഹാൻകോക്ക് ഒരു വാർലോഡ് കൂടെ ആയിരുന്നു. ഇപ്പം ഹാൻകോക്കിൻ്റെ ബൗണ്ടി എന്ന് പറയുന്നത് ഓവർ 1 ബില്യൺ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ ഹാൻകോക്കിൻ്റെ ബൗണ്ടിയും കൂടും. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള പവറപ്പും കിട്ടും. അതുമാത്രമല്ല നമ്മുടെ ഹാൻകോക്കിൻ്റെ കയ്യിലാണെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഡെവിൽ ഫ്രൂട്ടും ഉണ്ട്. അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള കോൺഗ്രസ് ഹാക്കിയും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹാൻകോക്ക് വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ കൈഡോൻ്റെ ഡോട്ടറായ നമ്മുടെ യാമട്ടോ ആണ്. നമുക്കറിയാം യാമട്ടോ നമ്മുടെ വാനോളി നമ്മൾ കണ്ടിട്ടുണ്ട്. കായഡോൻ്റെ കൂടെ ഒരു 1v1 പോലും നമ്മുടെ യാമട്ടോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, യാമട്ടോ എന്തായാലും നമ്മുടെ വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്ക് എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. അതുമാത്രമല്ല നമ്മുടെ യാമട്ടോയുടെ കയ്യിലേക്കോട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഡെവിൽ ഫ്രൂട്ടും ഉണ്ട്. അതുപോലെ തന്നെ 3 തരം ഹാക്കിയും നമ്മുടെ യാമട്ടോയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാമട്ടോ എന്തായാലും വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ 3ാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മൊമനോസ്കിയാണ്. നമുക്കറിയാം നമ്മുടെ മൊമനോസ്കി ഫിസിക്കലി വലുതാണെങ്കിലും പക്ഷേ നമ്മുടെ മൊമനോസ്കി ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മുടെ മൊമനോസ്കി തൻ്റെ ഡെവിൽ ഫ്രൂട്ട് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ, അതുപോലെ തന്നെ ഹാക്കിയും നല്ലോണം യൂസ് ചെയ്യാൻ പഠിച്ചാൽ മൊമനോസ്കി വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അഡ്മിറൽ ഗ്രീൻ ബ്ലൂ ആയിട്ടുള്ള ഫൈറ്റിൽ മൊമനോസ്കി ചെയ്തത് എന്താണെന്ന്. അപ്പോൾ മൊമനോസ്കി തൻ്റെ ഡെവിൽ ഫ്രൂട്ട് ഫുള്ളായിട്ട് മാസ്റ്റർ ചെയ്താൽ ഏകദേശം കായഡോനെ പോലെ തന്നെ പവർഫുള്ളായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ലിസ്റ്റിൽ 2ാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഫ്യൂച്ചർ പാരറ്റ് കിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മാനായ നമ്മുടെ സാഞ്ചിയാണ്. നമുക്കറിയാം സാഞ്ചി ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. എന്നാലും നമ്മുടെ സാഞ്ചി നമ്മുടെ ഫ്യൂച്ചറിൽ ഫൈനൽ വാർ ആകുമ്പോഴേക്കും ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ സാഞ്ചി പവേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ സോറോ ആയിട്ട് ഈക്വലായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സോറോ വേൾഡ് സ്ട്രോങ്സ്റ്റ് സോർട്സ്മാൻ ആകുമ്പോൾ ഏകദേശം അതേ ലെവലിൽ തന്നെ നമ്മുടെ സാഞ്ചി എത്തുന്നതായിരിക്കും. പിന്നെ ലിസ്റ്റിൽ വരുന്നത് മറ്റൊരു നമ്മുടെ റോറോനോ സോറോ ആണ്. നമുക്കറിയാം നമ്മുടെ സോറോ മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്ത് വേൾഡ് സ്ട്രോങ്സ്റ്റ് സോർട്സ്മാൻ ആകുമ്പോൾ മീഹോക്ക് ഏകദേശം യോങ്കോ ലെവൽ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ സോറോ എന്തായാലും മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോറോന് മീഹോക്കിനെ കണ്ട് ബൗണ്ടിയും ഉണ്ടാകും. അതുപോലെ തന്നെ വേൾഡ് സ്ട്രോങ്സ്റ്റ് സോർട്സ്മാനും ആകും. അതോടൊപ്പം തന്നെ നമ്മുടെ സോറോ ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറായി മാറുന്നതുമായിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ 5 ക്യാരക്ടേഴ്സാണ് നമ്മുടെ വൺ പീസിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറായി മാറാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്ക്. പിന്നെ ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.